അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പോൾ നോക്കിയാൽ യേശുക്രിസ്തു ഒരിക്കൽ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതെന്തിനാ? പാപസംബന്ധമായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റ് മരിച്ചു. അവണ്ണം പാപസംബന്ധമായിട്ട് അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായിട്ട് മരിച്ചവർ എന്നും സ്നാനത്തെ പറ്റിയാണ് പറയുന്നത്. സ്നാനത്തെ നമ്മൾ അവനോട് വേണ്ടി മരിച്ചത് വഴി പാപസംബന്ധമായിട്ട് മരിച്ചതാണ്. അപ്പൊ ഇന്ന് മുതൽ ഇവൻ വിശുദ്ധനാണ്. അതുകൊണ്ട് അപ്പൊ ക്രിസ്തു ഒരിക്കലേ മരിച്ചിട്ടുള്ളൂ, കൂടെ മരിക്കുന്നില്ല, എല്ലാ വർഷവും മരിക്കുന്നില്ല, ഇനി മരിക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കാം. അവിടെ നിങ്ങളും പാപസംബന്ധമായിട്ട് മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ. എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പാപം ചെയ്ത് വീണ്ടും ദൈവത്തെ വേദനിപ്പിക്കാതെ അവൻ ഒരിക്കലായിട്ട് മരിച്ചതുപോലെ. അപ്പൊ സ്നാനം ഈ ഒന്നേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ സ്നാനമല്ല ഇത്. മാനസാന്തരപ്പെട്ട് സ്വന്തം ഇഷ്ടക്കാരായിട്ട് സ്നാനം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരിക്കാൻ ഒരിക്കലായിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് ഞാൻ പോയി പാപം ചെയ്തിട്ട് സ്നാനം നാളെ വീണ്ടും എനിക്ക് വെച്ചിട്ടെങ്കിൽ നാളെയും പോയി സ്നാനം വെച്ചാൽ മതി. ഇന്ന് പാപം ചെയ്യാം, നാളെ സ്നാനം വെക്കാം, പിന്നെ പാപം ചെയ്യാൻ സ്നാനം വെക്കാം. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവും എല്ലാ വർഷവും വന്ന് മരിക്കണമായിരുന്നു. പക്ഷേ ഈ സ്നാനം വന്നുള്ളൂ. പക്ഷെ അത് വിശ്വസിച്ച് സ്നാനം വെക്കുന്ന ഒരു മനുഷ്യന് ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവന് നീതീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ നീതിയിൽ ഉറച്ചു നിന്ന് ഈ കർത്താവിന്റെ വരവിന് വേണ്ടി മരണമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണപ്പെട്ടിരിക്കുക. അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഈ സ്നാനം. അതുകൊണ്ട് സാത്താൻ നമ്മൾ എതിർക്കുന്നു.